ഹലോ, എന്നോട് ഒരുപാട് പേര് ചോദിച്ചതായിരുന്നു നെയിം സ്ലിപ്പിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുമോയെന്ന്. അപ്പോൾ ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഗൂഗിളിലോ പിൻട്രസ്റ്റിലോ പോയിട്ട് കിഡ്സ് നെയിം സ്ലിപ്പ് ടെംപ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാടധികം ടെംപ്ലേറ്റ്സ് വരും. ഇപ്പോൾ ഡോറ, യൂണിക്കോൺ, സ്പൈഡർമാൻ അങ്ങനെ കുറേ തീമിലുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാൻവയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവ ഓപ്പൺ ആക്കിയിട്ട് കസ്റ്റം സൈസ് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ചെന്നിട്ട് നെയിം സ്ലിപ്പിൻ്റെ സൈസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 7x5 ഒരു പേജ് ആട്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ബാക്കി ഡിസൈനൊക്കെ നമ്മൾ ഈ പേജിലാവും ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്ലോഡ്സിൽ പോയിട്ട് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഈ പേജിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സൈസ് വേരിയേഷനൊക്കെ വന്നേക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അതൊന്ന് അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എലമെൻറ്റ്സിൽ പോയിട്ട് ഫ്രെയിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് തരം ഫ്രെയിം കാണാൻ പറ്റും, റൗണ്ട്, ഓവൽ, റെക്റ്റാങ്കിളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ നെയിം സ്ലിപ്പിന് നമുക്ക് ഏത് ഫ്രെയിമാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫ്രെയിമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂസ് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫ്രെയിമിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് പറയണത് ഈ ഫ്രെയിമിൻ്റെ ബോർഡറിന് ചിലപ്പോൾ കളർ ഉണ്ടാകും. അപ്പോൾ ആ കളറൊന്ന് മാറ്റി കൊടുക്കുകയാണ്. കാരണം ഞാനിവിടെ യെല്ലോ ഒരു തീമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഫ്രെയിമിൻ്റെ ബോർഡറിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ചെറുതാണെങ്കിൽ അത് ക്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പോവുകയാണ്, നെയിം, സബ്ജക്റ്റ്, സ്കൂള് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ടെക്സ്റ്റിൽ പോയിട്ട് ആഡ് എ സബ് ഹെഡിങ് ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മളെ നെയിം ഒന്ന് എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ നെയിം ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ഫോണ്ട് ചൂസ് ചെയ്യണം. ക്യാൻവയിൽ വെറൈറ്റി ഓഫ് ഫോണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ നെയിം സ്ലിപ്പിന് സ്യൂട്ടായ ഏത് ഫോണ്ടാണോ അത് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ സീസൺ പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആഡ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ക്ലാസ്, സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഐസ ഫാത്തിമ പറഞ്ഞ ടെക്സ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് ബാക്കിയുള്ള ടെക്സ്റ്റൊക്കെ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ എന്നിട്ട് ക്ലാസ്, ഡിവിഷന്, സ്കൂള്, സബ്ജക്റ്റ് എന്നൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൻ്റെ നെയിമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫയൽ നമ്മൾ PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത PNG നമ്മളൊരു A3 ഷീറ്റിലേക്ക് സെറ്റ് ചെയ്യേണ്ടതാണ്. കാരണം പ്രിൻറ്റ് ഷോപ്പിൽ പോയിക്കാണ്ട് നമ്മൾ ഈ A3 ഷീറ്റ് കൊടുത്ത് ഒരു പ്രിൻ്റ് എടുത്ത് തരും. അപ്പോൾ നമ്മൾ ആദ്യം ക്യാൻവയിൽ വന്നിട്ട് A3 ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് A3 ഡോക്യുമെൻ്റ് ഫയൽ വരും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പ് ഫയൽ ചൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതൊക്കെ ചൂസ് ചെയ്ത ശേഷം ചിലപ്പോൾ ആ ഫയലിൽ നമുക്ക് ചില ഡിസൈനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനെ ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് നമ്മൾ PNG നേരത്തെ ഡൗൺലോഡ് ചെയ്ത PNG നെയിം സ്ലിപ്പ് ഉണ്ടല്ലോ, അത് ഈ പേജിലൊന്ന് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ A3 അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 5 റോസും 5 കോളംസും ആക്കിയിട്ടാണ് അറേഞ്ച് ചെയ്യണത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 25 നെയിം സ്ലിപ്പ് കിട്ടേണ്ട രീതിക്കാട്ടോ ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ ട്യൂട്ടോറിയലും ആണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തരണ്ട്. അപ്പോൾ ശരി, ബൈ.